നിങ്ങളുടെ വായയെ എങ്ങനെ നിയന്ത്രിക്കാം? ആദ്യം, സംസാരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നിർത്തുക. വികാരങ്ങളെ നിങ്ങളുടെ വായയെ കവർച്ച ചെയ്ത കാറുപോലെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. സ്വയം ചോദിക്കുക, ഇത് സഹായകരമാണോ? ഇത് ദയയുള്ളതാണോ? ഇത് ആവശ്യമായതാണോ? രണ്ടാമത്, ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ ടേൺ വരാൻ മാത്രം കാത്തിരിക്കരുത്. മറ്റുള്ളവ സംസാരിച്ചു തീരാൻ അനുവദിക്കുക. അവർ കേൾക്കപ്പെടുന്നു എന്ന് അവർക്ക് തോന്നാൻ ഇട നൽകുക. മറ്റുള്ളവർക്ക് ഇട നൽകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനം എത്രയെന്ന് നിങ്ങൾക്ക് തന്നെ അത്ഭുതമാക്കും. മൂന്നാമത്, നിർമ്മിക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കുക, നശിപ്പിക്കുന്നവ അല്ല. പൊതുവേദിയിൽ പ്രശംസിക്കുക, സ്വകാര്യമായി വിമർശിക്കുക, അതും മൂല്യം കൂട്ടുന്നുണ്ടെങ്കിൽ മാത്രം. പരാതിയേക്കാൾ കൂടുതൽ പ്രശംസിക്കുക, തിരുത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. നാലാമത്, നിങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കുക. ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കരുത്. ഒത്തുചേരാൻ വേണ്ടി കള്ളം പറയരുത്. കയ്യടി നേടാൻ വേണ്ടി അതിശയിപ്പിക്കരുത്. നിങ്ങളുടെ വാക്കുകളെക്കുറിച്ച് ആളുകൾക്ക് സംശയം തോന്നിയാൽ നിങ്ങളുടെ മൂല്യത്തെ അവർ വിശ്വസിക്കുന്നത് നിർത്തും. ഇതും ഓർക്കുക, മുറിയിലെ ഏറ്റവും ബുദ്ധിമാനായ ആളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവൻ എന്നില്ല. പലപ്പോഴും അത് അവസാനം സംസാരിക്കുന്നവനാകാം, അല്ലെങ്കിൽ ഒരുപോലും സംസാരിക്കാത്തവനാകാം. എന്നാൽ അവർ സംസാരിക്കുമ്പോൾ എല്ലാവരും കേൾക്കും.